നോർമലി നമ്മൾ വീഡിയോ എടുക്കുന്നതല്ല ഒറ്റയ്ക്കാണല്ലേ. ഇന്ന് നമ്മുടെ ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആരാന്ന് ഞാൻ കാണിച്ചു തരാം. എടാ റെഡിയാണോ? വീഡിയോ എടുത്താലോ? അപ്പൊ എന്താണല്ലോ ഹാങ്കുട്ടിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു ചെറിയ വണ്ടി മേടിച്ചിട്ടുണ്ട്. എന്ത് വണ്ടിയാണ് മേടിച്ചേക്കുന്നത്? ഒരു ചെറിയ വണ്ടിയാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. ഇത് നോക്കിക്കോടോ, ഇതാണ് വണ്ടി. എന്നാ വണ്ടിയാ? അവനെ നിങ്ങക്ക് കാണത്തില്ലല്ലേ? എടാ എഴുന്നേറ്റ് വന്നു. അവിടെ എഴുന്നേറ്റോ. എങ്ങനെയുണ്ട് വണ്ടി? ഇഷ്ടപ്പെട്ടോ? അൺബോക്സ് ചെയ്താലോ? എല്ലാം പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അൺബോക്സ് ചെയ്താലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് പിള്ളേർ ഇതൊക്കെ പഠിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് മാക്സിമം പിള്ളേരുമായിട്ട് ഫ്രണ്ട്ലി ഉള്ള രീതിയിലാണ് നമ്മൾ വീഡിയോസ് എല്ലാം പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവർ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്നായിരുന്നു? ഓ, അൺബോക്സ് ചെയ്യാൻ പോകുന്നതിന്റെ എക്സ്പ്രഷൻ ആണോ? അപ്പോൾ വണ്ടി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ ടേബിളിൽ വെക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു കവർ അങ്ങ് ഊരുന്നു. അങ്ങനെ ചൂരാൻ പറ്റില്ല. നമ്മുടെ ലൈറ്റിലൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട്. അയ്യോ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ വണ്ടിക്ക്. ഈ കവറെ പിടിച്ചടാ. വലിച്ചോ. അയ്യോ, അങ്ങോട്ടിനെ കൊണ്ട് പറ്റുന്നില്ല. ഭയങ്കര കട്ടിയാണ് ഇതിന്. ഇത് ഭയങ്കര വലിയ വണ്ടിയാണ്. എന്താടാ? ഓക്കെ, ഫസ്റ്റ് കവർ ഊരി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ FMSന്റെ സെയിം അതിലൊക്കെ ഞെക്കാം. എവിടെ ഞെക്കണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ FMSന്റെ ഏറ്റവും അവരുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം അവരുടെ ബോക്സ് ആണ് കേട്ടോ. വണ്ടി ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നത് ഇത് കണ്ടല്ലോ. ഇവിടെ FMSന്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹാർഡ് ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്. എഴുന്നേക്ക്. കസേരയുടെ സൗണ്ടാണ് കേട്ടോ കേട്ടത്. അപ്പൊ എന്താണല്ലോ വണ്ടി ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ രണ്ട് സാധനങ്ങളുണ്ട്. നീ ഇവിടെ നോക്കി നിൽക്കടാ. അവന് നോക്കാൻ പുറകിൽ ഒരുപാട് ഡൈവേർഷൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പുള്ളി എപ്പോഴും അങ്ങോട്ടാണ് പുള്ളിയുടെ കണ്ണ്. ഇതിനകത്തെ വണ്ടി ഇതുവരെ അവൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പുള്ളി ഫുൾ ടൈം പുറകിലോട്ട് നോക്കിയിരിക്കുന്നത്. നമുക്ക് വീഡിയോ എടുത്ത് പോകുന്ന നേരത്തെ അപ്പാച്ചി അങ്ങോട്ടിന്റെ വണ്ടി തരാം. ഓക്കെ, ഒരു ഹോട്ട് വീൽസ് റെഡിയാണോ? എന്നാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ അൺബോക്സ് ചെയ്യാൻ. ഓക്കെ ആണോ? അപ്പൊ ദേ നമ്മൾ ലോക്ക് തുറക്കുന്നു കേട്ടോ. സൂക്ഷിച്ച് നിന്നോണം. നീ തുറക്ക്. ഇവിടെ പിടിച്ചിങ്ങനെ പൊക്ക്. ആ പൊക്ക്. തുറക്ക്. ഇതൊക്കെ എവിടെ നിന്നാണ് പഠിച്ചത്? ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടുണ്ട് കേൾക്കുന്നത്. ഇവന്റെ എക്സ്പ്രഷനൊക്കെ. ഇത് എന്നാ വണ്ടിയാണെന്ന് പറഞ്ഞു കൊടുത്തു എല്ലാവർക്കും. എന്നാ വണ്ടി ഇത്? ജീപ്പ്. അവനെ ഫസ്റ്റ് ലുക്ക് ചെയ്ത് തോന്നിയത് ജീപ്പ് തന്നെയാണ്. കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ വില്ലീസിന്റെ ഓൾമോസ്റ്റ് സെയിം ലുക്കും ഒക്കെ ഉള്ള വണ്ടിയാണ്. അല്ല, വില്ലീസ് അല്ലല്ലേ? ഇത് ജീപ്പ്. ഇതിന്റെ വണ്ടിയുടെ പേരാണ് ജിംനി. ഏത് കമ്പനിയാ ഇത്? FMSന്റെ ജിംനിയാണ്. നമ്മുടെ വില്ലീസിനൊക്കെ വരുന്ന പോലെ തന്നെ ഒരു കംപ്ലീറ്റ് മാനുവലും അതിന്റെ സ്പെയറും കാര്യങ്ങളെല്ലാം വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ബുക്ക് ഉണ്ട്. എന്തോ ഒന്നുകൂടെ പറഞ്ഞു. മാനുവൽ. ഇതാണ് മാനുവൽ. എല്ലാം പഠിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് തൽക്കാലം ആവശ്യമില്ല. പക്ഷേ ഇത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് എടുത്തു വെക്കും. ഇനിയിപ്പോ വണ്ടിയുടെ അകം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, നമ്മുടെ വളരെ സേഫ് ആയിട്ട് നല്ല വണ്ടി. എങ്ങനെയുണ്ടാ തൊട്ടൊക്കെ നോക്കി ഇങ്ങനെ ഒച്ച ഇങ്ങനെ തട്ടി. വണ്ടി അത്യാവശ്യം നല്ല ഹാർഡ് ബോഡിയാണ് കേട്ടോ. അത് നമ്മുടെ വില്ലീസിന്റെ ആണെങ്കിലും സെയിം ആണ്. പിന്നെ വരുന്ന ഇവിടെ എന്തോ കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, നമ്മുടെ റോൾ ഗേജും അതിനുള്ള സാധനങ്ങൾ ഏതാണ്ടൊക്കെ ഉണ്ട്. പിന്നെ വരുന്നത് വേറൊരു കവറും കൂടെ വരുന്നുണ്ട് ഇതില്. ഓക്കെ, നമ്മുടെ വീലിന്റെ കവർ എക്സ്ട്രാ ഉണ്ട്. ഒരു ടയർ എക്സ്ട്രാ ഉണ്ട്. എന്നാ ഞെക്കി നോക്കി. നല്ല സോഫ്റ്റ് ആണോ നോക്കി. സോഫ്റ്റ് ആണോ? സൂപ്പർ ആണോ? അത് നമ്മുടെ സ്റ്റെപ്പിനിയാ. അത് പിടിപ്പിക്കണം കുറച്ച്. ഇപ്പോഴല്ല. എടാ നീ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം. നമ്മൾ ഈ വണ്ടിയല്ലേ അൺബോക്സ് ചെയ്യുന്നത്. ആ വണ്ടികൾ അങ്ങോട്ട് പിന്നെ അപ്പൊ കാണിച്ചു തരാം. ഇതിപ്പോ നീ ഈ വണ്ടി നോക്ക്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വണ്ടി. ഏറ്റവും ഓക്കെ ആണോ? മോനെ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാലേ ഈ അങ്കിൾമാര് കമന്റ് ചെയ്യും കേട്ടോ, നീ ഇത്ര ഓവറാണ്. അതുകൊണ്ട് എപ്പോഴും പറയണ്ട. അപ്പൊ ഈ സാധനങ്ങളെല്ലാം നമ്മൾ മാറ്റി വെക്കുവാണ്. ഇനിയിപ്പോ നേരെ വണ്ടി പുറത്തേക്ക് എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ റിമോട്ട് സെയിം വില്ലീസിന്റെ തന്നെയാണ്. സെയിം റിമോട്ടാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇതും തൽക്കാലം നമ്മൾ മാറ്റി വെച്ചേക്കുവാണ്. വണ്ടി കാണാനാണ്. ഞാനിത് വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓപ്പൺ വണ്ടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അതിൽ നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ വണ്ടി കാണുമ്പോൾ എപ്പോഴും ഇന്റീരിയറും അതുപോലെ ഡീറ്റെയിലിംഗ് ആയിരിക്കും ഓപ്പൺ വണ്ടികളുടെ. ബാക്കിയുള്ള വണ്ടി ഇപ്പോൾ നമ്മൾ ട്രാക്സസിന്റെ മറ്റേ ഡിഫൻഡറും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇന്റീരിയറിൽ ജസ്റ്റ് അവർ ഗ്ലാസ് ഒക്കെ ഇട്ട് ഇന്റീരിയറിൽ വേറെ സാധനങ്ങളൊന്നുമില്ല. നമുക്ക് മേടിക്കണമെങ്കിൽ എന്തുവാടാ ഇത്? അത് നമുക്ക് മേടിക്കണമെങ്കിൽ നമ്മൾ വേറെ എക്സ്ട്രാ മേടിക്കണം. ഈ വീഡിയോ കാണുന്ന എല്ലാരും പറയും കേട്ടോ, ഇതെല്ലാരും കേൾക്കുന്ന. അപ്പൊ വണ്ടി പുറത്തേക്ക് എടുക്കാൻ പോവാണ്. അങ്ങനെയല്ല, പൊക്കി എടുക്കണം. ഇവിടെ ഇങ്ങനെ പിടിക്കണം. ഞാൻ പൊക്കി തരാച്ചില്ലേ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നിന്റെ നിക്കത്തില്ലടാ, നല്ല വെയിറ്റ് ഉണ്ട്. അടി പിടിക്കും. ഇവിടെ അടി പിടിക്കും. അവിടെ പിടിച്ചോണേ. താഴെ ഇടരുതേ. കനമുണ്ടോ? കനമില്ലേ? പിടിച്ച്. എന്നാ നീ തന്നെ പിടിച്ച്. കനമില്ലേ? ഇവനിത് കൊളാക്കും.
ഞാനും ഇഹാൻകുട്ടനും കൂടെയുള്ള ഫസ്റ്റ് അൺബോക്സിംഗ് വീഡിയോ ആയിരിക്കും കേട്ടോ. ഇവനിപ്പോൾ കുഞ്ഞായതുകൊണ്ടാണ്. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പോകുന്ന നമ്മുടെ കാറ്റഗറി ടോയ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചിലപ്പം എന്നെയൊക്കെ മാറ്റിയിട്ട് ഇവന്മാരായിരിക്കും കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചാനലിലൊക്കെ വരുന്നത്. അപ്പോൾ എന്താണല്ലോ അതിൻ്റെയൊക്കെ ഒരു തുടക്കമായിട്ട് ഞങ്ങളുടെ രണ്ടുപേരും കൂടെയുള്ള ഫസ്റ്റ് വീഡിയോ. ഓക്കെ. അപ്പോൾ നമ്മൾ വണ്ടിയുടെ കാര്യം മറന്നുപോയി. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ വണ്ടിക്ക്. എനിക്കൊന്നൊരു 3 കിലോ 3-3.5 കിലോ എന്തായാലും വണ്ടിക്ക് വെയിറ്റ് ഉണ്ട്. നീ ഇരുന്നോണ്ട് നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യണ്ടേ? എന്നാ ചെയ്യുന്നത്? ഇബു അല്ല, റിവ്യൂ. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരുടെ വണ്ടി റിവ്യൂ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി നോക്കുവാണെങ്കിൽ ഇത് ശരിക്കും ഈ ഒറ്റ കളറിലേ ഉള്ളൂ ഈ ബ്രാൻഡ് ഇറക്കുന്നുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് വേറെ കളറുകളൊന്നുമില്ല. ഒറിജിനൽ വണ്ടിയാണെങ്കിലും 1970 ഇറങ്ങിയ ജിംനി, ഫസ്റ്റ് ജിംനിയുടെ മോഡലാണ് കേട്ടോ. നമ്മളിപ്പോൾ കാണുന്നത് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ്, ഓരോ വേർഷൻസ് മാറി മാറി വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ്. ഈ വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ 4x4 ആയിരുന്നു കേട്ടോ. ഓൾ ടൈം 4x4 ആണ്. നീ കേൾക്കുന്നുണ്ടോ? ഓൾ ടൈം 4x4. അതുപോലെ തന്നെ LJ10 എന്നാണ് കേട്ടോ ഈ ഒരു മോഡലിൻ്റെ പേര്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ വന്നുകൊണ്ടിരുന്നത് 360 cc എഞ്ചിനാണ്. കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം ഇന്നത്തെ ഒരു ബൈക്കിൻ്റെ അത്യാവശ്യം നല്ലൊരു ബൈക്കിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാളും കൂടുതലായിരിക്കും കേട്ടോ. പക്ഷേ ആ ടൈമിൽ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും വണ്ടിയുടെ ആ ഒരു ക്ലാസ് ലുക്ക് അതുപോലെ തന്നെ ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് തുറക്കാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഈ അവിടെ കുറച്ച് നേരം ഇരുന്ന് മടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്ത ഡിഫൻഡർ അവന് ഓടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഓടിച്ച് കാണിച്ചടാ. സസ്പെൻഷൻ ഒന്ന് കാണിച്ച്. സസ്പെൻഷനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പ്രിന്റ് ചെയ്ത ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കുക. നമ്മുടെ ഗ്യാരേജിലെ ഫസ്റ്റ് 3D പ്രിൻ്റർ വണ്ടിയാണ്. കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാം, നീ അവിടെ ഇരുന്ന് കളിച്ചോ. ഓക്കെ. അപ്പോൾ വണ്ടി നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പക്കാ സ്കെയിൽ മോഡൽ ജിംനിയാണ് കേട്ടോ. സ്കെയിൽ മോഡൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റ് നോക്കിയേ, സീറ്റ് ഉൾപ്പെടെ എല്ലാം റബ്ബറിലാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. പക്കാ സ്കെയിൽ ലുക്കിൽ വണ്ടി എങ്ങനെയാണോ അതുപോലെ തന്നെ അവർ മാക്സിമം ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വെക്കണോ? സോറി. അയ്യോ, അവന് വണ്ടി ഓടിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മാറ്റി വെച്ചത് മതിയോ? ഓക്കെ. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഡീറ്റെയിലിങ് അതുപോലെയാണ്. എല്ലാം ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു ഗ്ലാസ് നമുക്ക് പൊക്കാവുന്ന രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബോണറ്റ്, ശരിക്കും വില്ലീസുമായിട്ടുള്ള മെയിൻ ഒരു ഡിഫറൻസ് ഇതിൻ്റെ ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്താണ് കേട്ടോ നമ്മൾ ബാറ്ററിയും കാര്യങ്ങളെല്ലാം ഇടുന്നത്. നീ കേട്ട് പഠിക്കുന്നുണ്ട് ഇതെല്ലാം. അത് ഫാനുണ്ട്. അത് ഫാനല്ല, അതാണ് റിസീവർ, അതാണ് ESC. അതുപോലെ മോട്ടർ വരുന്നുണ്ട്. സെർവോയും കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് വരുന്നത്. ESCയുടെ ഫാൻ. ഓക്കെ. അപ്പോൾ ഇത് ഒരു നല്ല ഫീച്ചറാണ് കേട്ടോ. കാരണം നമ്മുടെ വില്ലീസിലാണെങ്കിൽ നമ്മൾ ഓരോ തവണയും വണ്ടി പൊക്കിയിട്ട് വണ്ടി ഓപ്പൺ ചെയ്തിട്ട് പണിയിടാൻ. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിൽ മോഡൽ വണ്ടിയാണ്. അതിപ്പോൾ നമുക്കൊരു ക്രോളിങ്ങിന് വേണ്ടിയോ അങ്ങനെ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്ന വണ്ടിയല്ല. പക്കാ സ്കെയിൽ മോഡൽ. പക്ഷേ പെർഫോമൻസും കാര്യങ്ങളെല്ലാം നമ്മുടെ വില്ലീസുമായിട്ട് സെയിം ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടറും കാര്യങ്ങളെല്ലാം നമ്മുടെ സെയിം വില്ലീസിനുള്ള സെയിം കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഞാൻ സെയിം ആണെന്ന് പറയാൻ കാര്യം ഇതിനകത്ത് വന്നിരിക്കുന്ന മോട്ടറും അതുപോലെ ഗിയർ സിസ്റ്റവും കാര്യങ്ങളെല്ലാം നമ്മുടെ വില്ലീസിൻ്റെ, നമ്മുടെ FMSൻ്റെ തന്നെ വില്ലീസിൻ്റെ സെയിം ആ സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. അതുപോലെ ടയറും കാര്യങ്ങളെല്ലാം സെയിം ആണ്. ഓൾ ടൈം 4x4 ആണ്. നമുക്ക് വേറെ ഡിഫറൻഷ്യൽ ഗിയർസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പവറും കാര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷേ പെർഫോമൻസിൽ നമ്മൾ ഏറ്റവും ഫേസ് ചെയ്യുന്നത് ഈ ഒരു ക്ലിയറൻസ് ആണ് കേട്ടോ. ഈ ഒരു ക്ലിയറൻസ് കൊണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ശരിക്കും നമ്മുടെ കൈ ഇതിനടി കൂടെ കയറി വരില്ല. ഇത്രയും ഒരു സ്പേസേ ഉള്ളൂ, നമുക്ക് ക്ലിയറൻസ് ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിത് ക്രോളിങ്ങിന് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ പെർഫോമൻസ് അത്ര എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് കണ്ടീഷനിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് അത്ര രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, രസമായിരിക്കും. പക്ഷേ നമുക്ക് വണ്ടിക്ക് ചിലപ്പോൾ ഡാമേജ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടീനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പണിയും കേട്ടോ. നമ്മൾ വില്ലീസിൻ്റെ കാര്യം പറഞ്ഞതുപോലല്ല, വില്ലീസ് നമ്മൾ പ്രത്യേകിച്ചൊന്നും പണിതില്ലല്ലോ. അതിൻ്റെ ടയർ മാറ്റിയപ്പോൾ തന്നെ നമുക്ക് ക്രോളിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ പറ്റി. അതുകൊണ്ടാണ് അതിൻ്റെ പണി കുറച്ച് ഡിലേ ആയിട്ട് വരുന്നത്. ഈ വണ്ടീനെ പക്ഷേ നമ്മൾ പണി ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഇതിന് എന്തെങ്കിലും ഓഫ് റോഡിങ്ങിനോ ക്രോളിങ്ങിനോ ഒക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ചെറിയ സ്ഥലത്തൂടെയൊക്കെ ഓടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ പണി ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ വണ്ടി നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് പറയുവാണെങ്കിൽ ഇതിൻ്റെ ക്ലാസിക് ലുക്ക്, ഒരു പഴയ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വണ്ടി ലുക്ക് വൈസ് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊന്നും അത്ര പ്രൊപ്പോർഷണൽ അല്ല. നമ്മുടെ വില്ലീസ് ഇതിൻ്റെ അടുത്ത് വെച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടും തമ്മിൽ എന്തൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന്, എന്തൊക്കെ സിമിലാരിറ്റി ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ലുക്ക് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു ക്ലാസിക് ഒരു വിൻറ്റേജ് ലുക്ക് എന്നൊക്കെ പറയുന്ന വണ്ടിയില്ലേ, വിൻറ്റേജ് ലുക്കിൽ നമുക്ക് എത്ര RC കാർ വരുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. വളരെ കുറച്ച് വണ്ടികളുള്ളൂ കേട്ടോ ഈ ഒരു സ്കെയിൽ ലുക്കിൽ വരുന്ന വിൻറ്റേജ് വണ്ടികൾ എന്ന് പറഞ്ഞാൽ. അതുപോലെ വേണേൽ നമുക്ക് ഇതിനെ കണക്കൂട്ടാൻ പറ്റും. കാരണം ഇങ്ങനത്തെ ഒരു വണ്ടി നമ്മളൊരു വീഡിയോസിൽ പോലും റിയൽ വണ്ടി ഞാനിതുവരെ കണ്ടിട്ടില്ല. ഞാനിത് കണ്ടേക്കുന്നത് മൊത്തം നമ്മുടെ RC കാറിൻ്റെ വണ്ടികളാണ്. റിയൽ ജിംനി ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോസിൽ പോലും കണ്ടിട്ടില്ല. ഫ്രിഡ്ജ് വേണം. ഓരോന്നായിട്ട് ഇവിടെ എക്സ്പ്ലോറിംഗ് ആണ് കേട്ടോ. ഡിഫൻഡറിനോടുള്ള എൻ്റെ ഇൻട്രസ്റ്റ് കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ഗ്യാരേജിലെ പഴയ സാധനങ്ങളെല്ലാം ഞാൻ എടുത്തൊരു ബോക്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഫ്രിഡ്ജ് വേണമെന്നാണ്. സൂക്ഷിക്കുമോ നീ? എടുത്തു തരാം.
നമ്മുടെ പഴയ ഗ്യാരേജിൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് ഇതിനിടയിൽ കൂടെ കണ്ടുപിടിച്ചതാണ് കേട്ടോ. ഈ റെഡ് ബുൾ കണ്ടപ്പോൾ അവന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഗ്യാരേജിൻ്റെ വീഡിയോ ചെയ്യാത്ത എന്താണെന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ചെയ്യും കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലേ നമ്മൾ ചെയ്യത്തുള്ളൂ. എടാ കളയരുത് കേട്ടോ, സൂക്ഷിച്ച് വേണം. അത് തുറന്നു നോക്കി, തുറക്ക്. ആ ഉണ്ടോ, കുപ്പികളെല്ലാം മറിഞ്ഞു പോയല്ലോ. ഐഹാങ്ങോട്ടിൻ്റെ അടുത്ത് നേരെ വെച്ചു, അത് ശരിയാക്കി വെക്കും കേട്ടോ. അപ്പം ഞാനേ വണ്ടി എല്ലാവരും കാണിച്ചു കൊടുക്കട്ടെ. ഈ വണ്ടിയുടെ ഡീറ്റെയിലിംഗ് മനസ്സിലാക്കണമെങ്കിൽ ഇത് ഈ ഒരു പോർഷനാണ് കേട്ടോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടോ, ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം. ഈ ഡാഷ്ബോർഡിലെ മീറ്റേഴ്സ് നിങ്ങളൊന്ന് നോക്കി, എല്ലാം പക്ക 100% റിയലിസ്റ്റിക് അല്ലെന്ന് പറയുമോ ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. പിന്നെ താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ആക്സിലേറ്ററും നമ്മുടെ എല്ലാ പെഡൽസും പക്ക റിയലിസ്റ്റിക്, 100% റിയലിസ്റ്റിക് ആയിട്ടാണ് കേട്ടോ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നമ്മുടെ വില്ലീസിൻ്റെ പോലെ തന്നെ നമ്മുടെ ടയർ തിരിയുന്ന സമയത്ത് സ്റ്റിയറിംഗും തിരിയും. അപ്പോൾ അതിലൊരു പോസിബിലിറ്റി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോണി, നമ്മുടെ ഡ്രൈവർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ഡ്രൈവറെ തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അതുപോലെ കോ പാസഞ്ചറെയൊക്കെ സെറ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ട്. കാരണം സ്റ്റിയറിംഗ് തിരിയുന്നത് കൊണ്ട് തന്നെ അറിയാമല്ലോ, നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ. ടോണിനെ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് വെച്ച് കാണിച്ചു തരാം. ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു സംഭവം. കാരണം വണ്ടി ഓപ്പൺ ചെയ്തത് കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു പോസിബിലിറ്റി ഞാൻ ആലോചിക്കുന്നത് തന്നെ. ഇതിനെ വെക്കുമ്പം ഇച്ചിരി പാടായിരിക്കും. കാരണം നമ്മുടെ വില്ലീസിന് താഴത്തെ ഗിയറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കോംപ്ലിക്കേഷൻ ഇല്ല. നമ്മൾ ഒത്തിരി ബലം പിടിക്കാനും പറ്റത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. കാലിൻ്റെയൊക്കെ പൊസിഷൻ വേറെയാണ് കേട്ടോ. കാലൊക്കെ ഗിയറിൻ്റെ ഇടയ്ക്കോട്ടാണ് പോയിരിക്കുന്നത്. നമുക്ക് കൈ വേണമെങ്കിൽ ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഓ ഇത് കണ്ടല്ലോ വണ്ടിയുടെ സ്കെയിൽ ലുക്ക്. ഇതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടോണിയുടെ ഹൈറ്റ് നമ്മൾ ഇച്ചിരി കുറച്ചായിരുന്നു കേട്ടോ. നമ്മൾ വില്ലീസിൻ്റെ ഒരു പ്രൊപ്പോർഷൻ വരാൻ വേണ്ടി കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് വില്ലീസിനേക്കാളും വലിയ വണ്ടിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. അതുകൊണ്ടാണ് ടോണി ഇച്ചിരി ചെറുതായിട്ട് തോന്നുന്നത്. പക്ഷേ നമ്മൾ പുതിയ മേടിച്ചേക്കുന്ന ക്യാരക്ടേഴ്സ് ഇത് കണ്ടല്ലോ, ഇവരെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്ന ഹൈറ്റും കാര്യങ്ങളൊക്കെ വരും. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ഒരു ഹൈറ്റ് വരും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക്കിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ക്യാരക്ടറിനെ നമ്മൾ പുതിയൊരു ഡ്രൈവറെ അതിനകത്ത് സെറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിന് കുറച്ച് വെറൈറ്റി പ്ലാൻസും എനിക്കുണ്ട്. നമ്മുടെ തന്നെ ഫേസ് പ്രിന്റ് ചെയ്ത്, നമ്മുടെ തന്നെ മുഖം ഹെഡ് ഫുള്ളായിട്ട് പ്രിന്റ് ചെയ്തിട്ട് നമ്മളെ തന്നെ ഡ്രൈവറായിട്ട് സെറ്റ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട്. അത് സൂക്ഷിച്ച് വെക്കാം. ഇത് വേണം എന്നാ പറ, നിനക്ക് എന്നാ വേണ്ടേ? അതെന്നാ അത് എന്നാതൊന്നും അറിയത്തില്ല. എവിടെ ഇരിക്കുന്ന എല്ലാ സാധനവും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് പിടിക്കും. ഇപ്പോൾ അത് ഈ ഇവൻ്റെ എല്ലാം ശരിയാക്കി ഡ്രസ്സൊക്കെ അത് കഴിയുമ്പോൾ അപ്പോൾ എടുത്തു തരാം കേട്ടോ. ആളെയും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേനും വണ്ടിയുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ റിയൽ ജിംനിക്ക് ഉണ്ടായിരുന്ന പോലെ തന്നെ ഇവിടെ ഒരു റെയിലും വരുന്നുണ്ട് കേട്ടോ. ഇതിന് ഡോറും കാര്യങ്ങളൊന്നും ഇല്ല, ഇങ്ങനെ ഒരു സാധനമാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്കിവിടെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ ഡോറിൻ്റെ പോലെ തന്നെ വർക്ക് ചെയ്തോളും. ബാക്കിലെ ഈ ഡോർ തുറക്കാൻ പറ്റുന്നതാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ നമ്മളൊരു ഹിഞ്ചും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ ലോക്കിൻ്റെ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ എന്ത് ചെയ്താൽ തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഇതിന് ഇവിടുന്ന് ഇങ്ങനെ ഒരു ബാർ കൊടുത്തിട്ടുണ്ട്. അതിന് 2 സ്ക്രൂ ഉണ്ട്. നമുക്ക് ഇതൊന്ന് അഴിച്ച് നോക്കിയിട്ട് ബാക്കിലെ ഡോറ് തുറന്ന് നോക്കാം. എങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അതിന് വേറെ ഓപ്ഷൻ ഒന്നും കണ്ടില്ല. ഇതെന്തിനാണ് ഇങ്ങനെ ബാർ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. ഇത് തുറന്നപ്പോഴത്തേക്കിനും നമ്മുടെ ഡോറ് തുറന്ന് വന്നിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഈ ലോക്ക് എടുക്കുവാണെങ്കിൽ നമ്മുടെ ഡോറ് തുറക്കാം. ഓ, പക്ക ഡീറ്റെയിലിംഗ് ആണ്. റിയൽ ആ ഒരു ഹിഞ്ചിൻ്റെ ഒരു സെയിം സാധനമാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സാധനം നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഊരി വെക്കാം. ഇത് തുറക്കേണ്ട ആവശ്യം വരുവാണെങ്കിൽ. എന്നാൽ നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ സേഫ് ആയിട്ടിരുന്നോളും. നമ്മുടെ സ്റ്റെപ്പിന് പുറകിൽ പിടിപ്പിക്കാൻ വേണ്ടിയുള്ള ആ ഒരു മാനുവലാണ് കേട്ടോ. സ്റ്റെപ്പിന് പിടിപ്പിക്കുന്നത് നല്ല രസമാണ്. നമ്മൾ നോർമലി നമ്മൾ ഡോറയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് പിടിപ്പിച്ച് വെക്കുകയാണല്ലോ. പക്ഷേ ഇതിൻ്റെ അങ്ങനെയല്ല. കാരണം ഡോറെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പുറകിലത്തെ ഡോർ തുറക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ പിടിപ്പിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സ്ക്രൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിതിനകത്ത് 2 കപ്പ് വരുന്നുണ്ട്. ഇത് രണ്ടും എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇത് ഒരെണ്ണം കണ്ടല്ലോ, ഇതെനിക്ക് തോന്നുന്നത് ഇവിടെ ഇങ്ങനെ കയറ്റി ഇടാൻ പറ്റും. ഇറങ്ങണോ? മടുത്തോ? താഴെപ്പോ ഒരു വണ്ടി എടുത്തോണ്ട് അപ്പോൾ വീഡിയോ എടുത്തോളാം. അങ്ങോട്ടെ വണ്ടി എടുത്തോണ്ട് താഴോട്ട് നോക്കും. അപ്പോൾ വീഡിയോ എടുത്തിട്ട് ഓടി വരാം. എന്നാൽ ഇവിടെ നിന്നു. അപ്പോൾ അതെ ഞങ്ങൾ പതുക്കെ വീഡിയോ ടാറ്റ പറയണം. എല്ലാവർക്കും ടാറ്റ കൊടുത്തേ. എന്നിട്ട് എന്നെ പറയുന്നു എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെന്ന് ചോദിച്ചാൽ എൻ്റെ വീഡിയോ ഇത്രയും ലോങ് ഒരു സെന്റൻസ് സബ്സ്ക്രൈബ് എന്നൊക്കെ നമ്മൾ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത്ര ലോങ് ആയിട്ട് ഇവൻ കണക്ട് ചെയ്ത് പറയുന്നതും ഞാനിതുവരെ കേട്ടിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ്. അടിപൊളി. അപ്പോൾ ഈ അങ്ങോട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇറങ്ങാം. ഓക്കെ, അപ്പോൾ ഇവനെ ഞാൻ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് വണ്ടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റെപ്പിനെ പിടിപ്പിക്കാം. അതിനുവേണ്ടി ഈ ഒരു കവറ് ഇതിനകത്തോട്ട് കയറ്റിയിടുവാണ്. പക്ഷെ നമ്മളിത് ഓപ്പൺ ചെയ്ത സമയത്ത് സ്ക്രൂ എന്തെങ്കിലും താഴെ പോയി. അത് എന്ത് ചെയ്താൽ കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ വേറെ സ്ക്രൂ ഇട്ട് അവിടെ സെറ്റ് ചെയ്യുവാണ്. ഇതിൻ്റെ കൂടെ കിട്ടിയത് ബ്ലാക്ക് ആണ് കേട്ടോ.
ഇനിയിപ്പോൾ ഈ ഒരു കവർ ശരിക്കും ഇതിന്റെ മുകളിൽ വെക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ഈ ഒരു സ്ക്രൂ പുറത്തേക്ക് നിൽക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് വെക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ തൽക്കാലത്തേക്ക്. ഇതുണ്ടല്ലോ ഒരുപാട് സ്ക്രൂസ് നമ്മുടെ സ്പെയർ ഉണ്ട്, പക്ഷെ അതൊന്നും അതിന് ഫിറ്റ് ആകുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ വേറെ സ്ക്രൂ സെറ്റപ്പ് ആക്കിയിട്ട് എന്താണല്ലോ അത് അവസാനം ഫിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിപ്പോൾ വണ്ടിയിലേക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ ഈ റോഡിനെ നമ്മളിങ്ങനെ മാറ്റിയിട്ട് ഇനിയിപ്പോൾ സ്റ്റെപ്പിന് ഇതിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഈ ഒരു റോഡിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ടാൽ മതി. അതിനുശേഷം ഇവിടുന്ന് ഒരു സ്ക്രൂവും വരുന്നുണ്ട്. അപ്പോൾ സ്റ്റെപ്പിന് സെറ്റ് ആയിട്ടുണ്ട്. ഇതുണ്ടല്ലോ സ്റ്റെപ്പിന് നമുക്ക് ഈ ഒരു രീതിയിൽ ഓപ്പൺ ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഡോറ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് കണ്ടല്ലോ, അതെന്തായാലും കൊള്ളാം. നമ്മൾ ശരിക്കും ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. വേണമെങ്കിൽ ഇതിനെ പെർമനന്റ് ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ സ്ക്രൂ ഇടാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, വണ്ടിയുടെ ഫിക്സ് ചെയ്യാൻ വേണ്ടി വേറെ കുറേ ആക്സസറീസ് നല്ല അടിപൊളി 2 മിറേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളോട് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ ബാക്കിലെ റോൾ ഗേജ് ആണ് കേട്ടോ. ഇത് കണ്ടല്ലോ, ഇത് പ്ലാസ്റ്റിക് തന്നെയാണ്. ഇങ്ങനെ 2 പീസുകളുണ്ട്. നല്ല ഡീറ്റെയിലിംഗ് ഉള്ള അത്യാവശ്യം നല്ല രസമുള്ള മിററാണ്, അത്യാവശ്യം ഹാർഡുമാണ്. അപ്പോൾ നമ്മുടെ റോൾ ഗേജിന്റെ മെയിൻ ഒരു ഫ്രെയിം വരുന്നത് ഇവിടെ 2 ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിന് വേണ്ടി. അപ്പോൾ ഇതിവിടെ കയറ്റി വെക്കാം. ഇത് സ്ക്രൂ ചെയ്യേണ്ട സാധനമാണ്, പക്ഷേ ഹോൾ ഉള്ളതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് ഇങ്ങനെ കയറ്റി വെക്കാം. അതിനുശേഷം ഈ ഒരു പീസ് ഇതിനകത്തോട്ട് കയറ്റി ഇട്ടിട്ട് അതിനിവിടെ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫൈനൽ പീസും കൂടെ നമ്മളിത് ഇതുപോലെ അങ്ങ് ഫിക്സ് ചെയ്യുകയാണ് കേട്ടോ. രസമുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം സ്ക്രൂ ചെയ്യണം. അപ്പോൾ അതെ നമ്മുടെ റോൾ ഗേജ് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളത് മിറേഴ്സ് ആണ്. റിയൽ മിറർ തന്നെയാണ് വരുന്നത് ഇതിനകത്ത്. അതുമല്ല മിററിന്റെ പൊസിഷനും ഒരു പ്രത്യേക സ്ഥലത്താണ് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്താണ് നമ്മുടെ മിറർ വരുന്നത്. ഞാൻ ഇവിടെയാണ് സത്യം പറഞ്ഞാൽ ആദ്യം സ്പേസ് നോക്കിയത്, പക്ഷേ നമ്മുടെ മിറർ പിടിപ്പിക്കുന്നത് ഇവിടെയാണേ. ഇതുണ്ടല്ലോ, ഇതിനിവിടെ ചെറിയൊരു ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കയറ്റിയിട്ട് അടിയിൽ നിന്ന് ഒരു ചെറിയ സ്ക്രൂവും കൂടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ അകത്തേക്ക് കയറി ഇത് സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സ്പോട്ടിലേക്ക് ഇതിനെ അങ്ങ് കയറ്റിയിട്ടാൽ മതി. ഫസ്റ്റ് ടൈറ്റാണ്, നമുക്ക് അധികം ബലം പിടിക്കാനും പറ്റില്ല. അപ്പോൾ അതെ മിററും സെറ്റ് ആയിട്ടുണ്ട്. മിററോട് വന്നപ്പോഴത്തേക്കും വണ്ടിയുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഇതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ക്ലാസ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റാനൊരു പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം വരണം, ഇങ്ങനത്തെ ഒരു വണ്ടി നിങ്ങൾ വീഡിയോസിൽ യൂട്യൂബിലോ ഏതെങ്കിലും മൂവീസിലോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഞാനിതുവരെ കണ്ടിട്ടില്ല, അതുകൂടെ നമുക്കറിയാമല്ലോ ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന്. പിന്നെ ഈ വണ്ടിയുടെ വില എല്ലാവരും ചോദിക്കാറുണ്ട്. ഇത് FMSന്റെ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം 31,000 രൂപയാണ് കേട്ടോ. $326 സംതിങ് ആണ്. അപ്പം അത്യാവശ്യം ക്ലാസ് ആയിട്ട് നമുക്ക് സേവ് ചെയ്ത് നമുക്ക് സൂക്ഷിച്ച് നമ്മുടെ കളക്ഷനിൽ വിൻറ്റേജ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് ഇത് നമ്മൾ ഉറപ്പായിട്ടും കീപ്പ് ചെയ്യും. ഒരു പ്രോപ്പർ ഹോബി ഗ്രേഡ് വണ്ടി എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. വണ്ടിയുടെ പെർഫോമൻസോ അതുപോലെ ബാക്കി പാർട്സ് അവൈലബിലിറ്റിയോ കാര്യങ്ങൾ മാത്രമല്ല, വണ്ടിയുടെ ലുക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ ബ്രാൻഡ് ഈ വണ്ടി നിർത്താനൊക്കെ സാധ്യതയുണ്ട്. എല്ലാ വണ്ടികളും അങ്ങനെയാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്രൊഡക്ഷനൊക്കെ നിന്ന് പോകും. അങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും ഇത് വിൻറ്റേജ് വണ്ടിയാകും. അപ്പോൾ എന്താണെങ്കിലും ഈ വണ്ടി നമ്മൾ നല്ല അടിപൊളിയായിട്ട് കീപ്പ് ചെയ്യും. ഇതിനെ നമ്മൾ ഹെവി ക്രോളിങ്ങിനൊന്നും കൊണ്ടുപോകത്തില്ല. നമ്മളിതിനെ പണിത് നമ്മൾ പ്രോപ്പർ നമ്മുടെ ഒരു വണ്ടിയാക്കി മാറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊരു സംഭവം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിയുടെ നമ്മൾ നോർമലി വരുന്ന നമ്മുടെ വില്ലീസിൻ്റെ ഒക്കെ ആണെങ്കിലും അതുപോലെ നമ്മൾ വില്ലീസിനെ എടുത്ത് വെച്ച് കമ്പയർ ചെയ്യാൻ മറന്നുപോയി. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തോ ഒച്ച കേൾക്കുന്നുണ്ട്. ഇതിൽ ശരിക്കും നമുക്ക് നോർമൽ വണ്ടികൾക്ക് വരുന്ന പോലെ സ്പ്രിങ് സസ്പെൻഷൻ അല്ല കേട്ടോ വരുന്നത്. നമ്മുടെ ക്ലാസിക് വണ്ടികളിലെ ലോറിക്കൊക്കെ ഉള്ള പോലത്തെ ലീവ് സസ്പെൻഷനാണ് വരുന്നത്. ഇത് കണ്ടല്ലോ, 1 2 3 4 5 ലെയറിൻ്റെ ലീവ് സസ്പെൻഷനാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഹൈഡ്രോളിക് ഒരു ചെറിയ സസ്പെൻഷനോട് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്യുവർ ഹോബി ഗ്രേഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ അത്രയും സ്കെയിൽ ലുക്കിൽ അവർ ചെയ്തേക്കുന്നതുകൊണ്ട് ഈ ലീവ് സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസിന് അത്ര ബെറ്റർ ഒന്നുമല്ല കേട്ടോ. നമ്മൾ ക്രോളിങ്ങിനോ അങ്ങനെ ഹെവി ഓഫ് റോഡിങ്ങിനൊക്കെ പോകുകയാണെങ്കിൽ അത്ര ബെറ്റർ ഒന്നുമല്ല. ഇതുണ്ടല്ലോ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ സസ്പെൻഷൻ്റെ ട്രാവലൊക്കെ ഇച്ചിരി കുറവാണ്. വേണമെങ്കിൽ നമുക്കിതിനെ അപ്ഗ്രേഡ് ചെയ്യാം. നമുക്കിതിനെ സസ്പെൻഷനൊക്കെ മാറ്റിയിട്ട് അത്യാവശ്യം സ്മൂത്ത് ആക്കി ലിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ലിഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ വരുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മളിതിനെ പണിയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് എല്ലാം പുറകെ വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ബാറ്ററി ഇട്ടൊന്ന് കാണിച്ചു തരാം. 5200 mAh 3S ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഇത് ഹുഡ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ബാറ്ററി ട്രേ എവിടെയാണ് വരുന്നത്. വയറിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഒരു ഇൻസുലേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഇത് നമ്മളൊരു എക്സ്ട്രാ ഒരു കേബിൾ ആഡ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര നീളം. നമ്മുടെ വില്ലീസിന് കുറച്ചുകൂടെ നീളം വേണമായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ പവർ സ്വിച്ച്. ഇതൊക്കെ വാട്ടർ പ്രൂഫാണ്. അപ്പോൾ ഓൺ ആക്കിയപ്പോഴത്തേക്കും ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ഈ ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം കേട്ടോ. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടു കഴിഞ്ഞാലും ഇത്രയും വലിയൊരു ലൈറ്റ് വരുന്ന ക്രോളേഴ്സ് എനിക്ക് തോന്നുന്നു വേറെ ഭയങ്കര കുറവാണ്. ഈ ഒരു സ്കെയിലിൽ 1/6 ആണ് കേട്ടോ ഇതിൻ്റെ സ്കെയിൽ വരുന്നത്. ശരിക്കും വണ്ടിയായിട്ടൊരു മാച്ച് ഉണ്ടെന്നൊക്കെ പെട്ടെന്ന് ഡൗട്ട് തോന്നും, പക്ഷേ നല്ല രസമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെട്ടമുണ്ട്. വണ്ടിക്ക് നല്ല ലുക്കാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. ലൈറ്റോടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇത് കണ്ടല്ലോ, വേറെ ലൈറ്റ്സ് ഒന്നും വർക്കിംഗ് അല്ല. ബാക്കിലെ ലൈറ്റ് ബാക്കിലും ലൈറ്റ് വർക്കിംഗ് അല്ല. വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാനുള്ള രീതിയിലാണ്, ലൈറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ അതിൻ്റെ ടെയിൽ ലാമ്പൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ റിമോട്ട് വരുന്നത് നമ്മുടെ വില്ലീസിൻ്റെ സെയിം റിമോട്ടാണ്. കൺട്രോളും കാര്യങ്ങളൊക്കെ നമ്മുടെ ബേസിക് കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ഇടുന്നു. അതിനുശേഷം ഇത് റിമോട്ട് ഓൺ ആക്കുന്നു. വണ്ടി ഓൺ ആയിട്ടുണ്ട്.
ഓ, ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് നമ്മുടെ വില്ലീസിൻ്റെ സെയിം ആയിട്ടാണ് തോന്നുന്നത്. ഈ ഒരു ഇതുപോലെ തന്നെയുള്ള സൗണ്ടാണ്. സെർവോയും മോട്ടറും കാര്യങ്ങളെല്ലാം വരുന്നത് സെയിം ആണ് കേട്ടോ. അതാണ് അതിൻ്റെ ഹയസ്റ്റ് സ്പീഡ്. ശരിക്കും നമ്മൾ ഹയസ്റ്റ് സ്പീഡ് വളരെ റെയറായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ വില്ലീസുമായിട്ട് ഓഫ് റോഡ് പോകുന്ന ഡ്രൈവ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പീഡ് മിക്കവാറും ഇത്രയാണ്, അല്ലെങ്കിൽ ഇതിലും കുറവാണ്. ഏറ്റവും സ്പീഡ് കുറച്ച് ഏറ്റവും ഫണ്ണായിട്ട് ഓടിച്ചുകൊണ്ട് പോകാനുണ്ടോ ഞാനെപ്പോഴും എനിക്കിഷ്ടം. നമ്മുടെ വീല് തിരിയുന്നതനുസരിച്ചിട്ട് നമ്മുടെ സ്റ്റിയറിംഗും തിരിയുന്നുണ്ട്. വില്ലീസിൻ്റെ അത്രയും റൊട്ടേഷൻ ഇല്ല കേട്ടോ, ചെറിയൊരിതേ ഉള്ളൂ. പക്ഷേ ഒരു റിയലിസ്റ്റിക് ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ഇഹാങ്കോട്ടം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ വില്ലീസിനെ എടുത്ത് ഇതിനടുത്ത് ഞാൻ ഒന്ന് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇവനിവിടെ ഇരിക്കട്ടെ, വില്ലീസോട് എടുത്തുകൊണ്ട് വരാം. പുള്ളി അത്യാവശ്യം ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് ഫുള്ള് ചെളിയായിട്ടിരിക്കുകയാണ്. ഇതുണ്ടല്ലോ, ഇതാണ് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ. ഇത് രണ്ടുപേരെയും കൂടെ അടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അടിപൊളിയാണ് കേട്ടോ. വണ്ടി കാണുമ്പോൾ ഒരുപോലെയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ നല്ല വ്യത്യാസമുണ്ട്. ഈവൻ നിങ്ങൾ ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ കറക്റ്റ് അത് മനസ്സിലാവും. രണ്ടിൻ്റെ ഇൻറ്റീരിയർ നോക്കി അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ രണ്ടും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഫാൻസ് ചിലപ്പോൾ ഉള്ളത് വില്ലീസിന് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും കാണുന്നതും നമ്മൾ ഒരുപാട് നമുക്ക് നൊസ്റ്റാൾജി അടിക്കുന്ന ഒരു സാധനമാണല്ലോ ജീപ്പ് അല്ലെങ്കിൽ വില്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സാധനം പക്ഷേ അതിനേക്കാളും മുമ്പ് നമ്മൾ കാണാത്തൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി ഇതിൽ നമ്മൾ ഡ്രൈവറെ ഇതിലോർത്ത് നോക്കിയാൽ നിങ്ങൾ രണ്ട് ഡ്രൈവേഴ്സും രണ്ട് കോ പാസഞ്ചേഴ്സും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും മൊത്തത്തിൽ വേറൊരു മൂഡാവും. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ. അതെല്ലാം നമ്മുടെ ചാനലിൽ വരും. ഇനിയിപ്പോൾ ഇവനെ കൊണ്ട് ഓടിച്ച് നോക്കണം. അപ്പോൾ നമ്മളിത് ടോണീനെ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴെ കൊണ്ട് ഈ അങ്ങോട്ടേ കാണിച്ച് നോക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദ്യമായിരുന്നു അപ്പോൾ വണ്ടി എപ്പോഴാണ് തരുന്നതെന്ന്. ടോണിക്കുട്ടൻ വന്നു. ടോണിക്കുട്ടൻ വണ്ടി ഓടിക്കാൻ പോകണ്ടേ? റെഡിയാകുന്ന പെട്ടെന്ന് കുടിച്ച് തീർക്ക്. ആ പെട്ടെന്ന് കുടിക്ക്. എങ്ങനെയുണ്ട് പുതിയ വണ്ടി? വണ്ടിയുടെ പേരറിയോ? പേര് പറഞ്ഞു കൊടുത്തടാ വണ്ടിയുടെ. ഈ ബ്രാൻഡിന്റെ പേരിന് FMS. ആ, ഞങ്ങളന്ന് ഓടിച്ചിട്ട് വരാം മമ്മി. ഓടിക്കാൻ പോയാലോ? റിമോട്ട് വേണോ? അപ്പാച്ചി പുറത്തോട്ട് ഓടിക്കാം. ആദ്യം അപ്പാച്ചി ഓടിക്കാം പുറത്തോട്ട്. ഓക്കെ, പോട്ടെ, വണ്ടിയുടെ മുമ്പിൽ പോക്കോ. ഞങ്ങൾ നേരെ പുറത്തോട്ട് പോവാണ്. ആദ്യം അപ്പ ഓടിക്കും, അത് കഴിഞ്ഞിട്ട് പുറത്തെത്തുമ്പം ഇത് അങ്ങോട്ട് വരും. ഓക്കെ, അല്ല ഇനി എനിക്ക് ഓടിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ആരാ ഓടിക്കണ്ട? ആദ്യം അപ്പോൾ ഒരു റൗണ്ട് ഓടിക്കട്ടെ. ഓക്കെ, എനിക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മാറും കേട്ടോ. ടേണിങ് റേഡിയസ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല ടേണിങ് റേഡിയസ് ആണ് കേട്ടോ വണ്ടിക്ക്. നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് ശരിക്കും ഓടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുക. അതുപോലെ പുറത്തെടുത്ത് വെച്ചപ്പോഴാണെങ്കിലും വണ്ടിയുടെ ഫീല് നമുക്ക് മനസ്സിലാകുന്ന അന്നേരമാണ്. ടേബിളെ വെച്ച് ആ ഒരു ലുക്കൊന്നുമല്ല. ഇല്ല, സ്പീഡിൽ ഓടിക്കത്തില്ല, പതിയെ പോകുന്നത്. അവനങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് അവനെ പഠിപ്പിക്കുന്ന ക്രോളിംഗ് ആണ് കേട്ടോ. കാരണം മാക്സിമം സ്പീഡ് കുറച്ച് പതിയെ ഓടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനെപ്പോഴും അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്പീഡിൽ ഓടിച്ചപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇച്ചിരി പാടുമാണ് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ. സ്പീഡിൽ ഓടിക്കാൻ ആർക്ക് വേണമെങ്കിലും പറ്റും. അങ്ങനെ എല്ലാവർക്കും പറ്റുന്നൊരു പ്രശ്നമാണ്. ത്രോട്ടിലെടുത്തിട്ട് ഒറ്റ പ്രസംഗം ചെയ്യും, വണ്ടി പറന്നങ്ങ് പോകും. പക്ഷേ ഈ അങ്ങോട്ട് ഓടിക്കുന്നത് എനിക്ക് ഞാൻ കാണിച്ചു തരാവേ. എടാ, ഇവിടുന്ന് ഓടിച്ചിട്ടേ ആ ക്യാമറയുടെ അടുത്തോണ്ടി പതുക്കെ ക്രോൾ ചെയ്ത് നിർത്തണേ. ഓക്കെ, ഏറ്റവും സ്പീഡ് കുറച്ച് ഓടിച്ചേ. കണ്ടോ, ആ സ്പീഡിൽ കൺട്രോൾ ചെയ്യാൻ നല്ല പാടാണ്, പ്രത്യേകിച്ച് സ്റ്റോക്ക് കണ്ടീഷനുള്ള വണ്ടി. ഈ അങ്ങോട്ടിൻ്റെ കൺട്രോൾ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഒന്ന് കാണിച്ചടാ. ഇങ്ങനെ പിടിച്ച ത്രോട്ടിൽ ഇതുണ്ടല്ലോ, ആ ഒരു വിരലൊക്കെ പുള്ളി പുറകെ വെച്ചിട്ടാണ് ഓടിക്കുന്നത്. കാരണം മുമ്പിലേക്ക് വിരൽ എത്തത്തില്ല. ഓടിച്ചോ, 2 വിരൽ വെച്ചാണ് കേട്ടോ. സൂപ്പർ, അടിപൊളി കേട്ടോ. നമ്മുടെ ഡ്രൈവറുടെ പേരിന് ടോണിക്കുട്ടൻ. അവൻ തിരിയുന്നുണ്ട്, അവൻ്റെ തല തിരിയുന്നുണ്ട്. അവൻ അങ്ങോട്ട് നോക്കുക ടോണിക്കുട്ടൻ. റൗണ്ട് അടിച്ച് കാണിച്ചതില്ലേ. വണ്ടി എന്താണല്ലോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. വീഡിയോസിൽ കണ്ട പോലെ ഒന്നുമല്ല, നല്ല ഹെവി സാധനമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നുകൂടെ ലൈക്ക് ചെയ്യണമെന്ന് പറ. ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഈ വണ്ടി ഞാൻ പറഞ്ഞ പോലെ അധികം റഫായിട്ട് ഓടിക്കുന്നില്ല. നമ്മളിതൊരു സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ ഇപ്പോൾ കീപ്പ് ചെയ്യും. കാരണം ടയറും കാര്യങ്ങളെല്ലാം എനിക്ക് ഫ്രഷ് ആയിട്ട് തന്നെ വേണം. പിന്നെ കുറേ മോഡിഫിക്കേഷൻ നമ്മളിതിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ വരും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു സോ മച്ച്.